Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓണറിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട്ഫോണായ ഓണർ വ്യൂ 20 ആണ്. അപ്പോൾ ഓണർ വ്യൂ 20 ഇന്ത്യയിൽ ലാസ്റ്റ് വീക്കാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഓണർ വ്യൂ 20 ഒരുപാടധികം പ്രത്യേകതകൾ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നത് വേൾഡ്സ് ഫസ്റ്റ് 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. സോണി IMX 586 സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഇൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ പഞ്ച് ഹോൾ ക്യാമറ എന്ന് പറഞ്ഞെങ്കിൽ പറയാം നമുക്ക്. അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം പഞ്ച് ഹോൾ ക്യാമറ. അപ്പോൾ അങ്ങനെയും ഇത് ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് കിരിൻ 980 ആണ് ചിപ്പ് സെറ്റ് വരുന്നത്. അതും വേൾഡ്സ് ഫസ്റ്റ് 7nm മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടാക്കിയ ചിപ്പ് സെറ്റാണ്. അപ്പോൾ ഹൈലി എഫിഷ്യൻറ്റ് പ്രോസസ്സറാണ് കിരിൻ 980 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB റാമിന് 37,999 രൂപയാണ്. 120GB സ്റ്റോറേജും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഡിവൈസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നോച്ച് ഇൻക്ലൂഡഡ് അല്ല. അതിന് പകരം പഞ്ച് ഹോൾ ക്യാമറ അല്ലെങ്കിൽ ഡിസ്പ്ലേനകത്ത് തന്നെയാണ് ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ബെസൽസ് വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പാനലിലും കാണാം അത്യാവശ്യം കുറഞ്ഞൊരു ബെസൽസാണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പഞ്ച് ഹോൾ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേനെ കുറിച്ച് ഫ്രണ്ട് പാനലിലെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഇത് മെറ്റൽ ആൻഡ് ഗ്ലാസ് ആണ് കൺസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊരു V പാറ്റേൺ കാണാം. കുറച്ചും കൂടെ വിശദമായി കാണുകയാണെങ്കിൽ ഇതുണ്ടല്ലേ ഒരു V പാറ്റേൺ കാണുന്നുണ്ടല്ലേ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ലൈറ്റ് വരുമ്പോഴാണ് ഈ V പാറ്റേൺ നമുക്ക് ശരിക്കും എടുത്ത് കാണുന്നത്. അപ്പോൾ മെറ്റൽ ആൻഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷാണ് ഓണർ വ്യൂ 20 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെയാണ് വ്യൂ 20 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിലാണ്. ബോട്ടം പാനലിൽ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൽ ഭാഗത്ത് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ സെൻസേഴ്സും പിന്നെ ഇതിനകത്ത് IR ബ്ലാസ്റ്ററും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ കൊണ്ട് നല്ലൊരു പ്രീമിയം വെൽ ബിൽഡ് ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 6.4 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് IPS LCD പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ കളേഴ്സും നല്ലതാണ്. നല്ല വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു AMOLED പാനലാണ്. AMOLED പാനലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ഒരു വിവിഡ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി മോശം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്കൊരു AMOLED പാനലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറെ കുറിച്ച് പറയാം. സോഫ്റ്റ്വെയർ ഇതിനകത്ത് വരുന്നത് മാജിക് UI ആണ്. ജനറലി നമ്മൾ EMUI ആണ് ഓണർ സ്മാർട്ട് ഫോൺസിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ മാജിക് UI വളരെ ഒരു വ്യത്യസ്തമായ UI ഒന്നല്ല. EMUI പോലെ തന്നെ ഉള്ളൊരു UI ആണ്. അപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് വേർഷനാണ് 9.0 ആണ് വരുന്നത്. ഈ മാജിക് UI ആണ് ഇതിനകത്ത് കൊടുത്തിട്ട്. അപ്പോൾ മാജിക് UIയിൽ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട്. ഈ EMUIയിലുള്ള അതേ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ മോഡ്, റൈഡ് മോഡ്, പിന്നെ ഇതിനകത്ത് ഒരുപാടധികം ഓപ്ഷൻസ് ലൈക്ക് മോഷൻ കൺട്രോൾ, വൺ ഹാൻഡഡ് UI, ബാറ്ററി ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡുവൽ ആപ്പ് സപ്പോർട്ട്, തീം സപ്പോർട്ട്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻസും ചെയ്യാൻ പറ്റുന്ന UI ആണ്. പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ട് ഒരു ലുക്ക് ആൻഡ് ഫീലോ ഒരു ഇതും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് UI ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് കിരിൻ 980 ചിപ്പ് സെറ്റാണ്. നമുക്ക് വരുന്നത് 6GB റാമാണ് നമ്മുടെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ബെഞ്ച് മാർക്ക് സ്കോർ. വളരെ ഒരു പവർഫുൾ പ്രോസസ്സറാണ് കിരിൻ 980. അപ്പോൾ CPU സ്കോർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു പവർഫുൾ പ്രോസസ്സറാണ്. GPU സ്കോറും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസും വളരെ മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് നോച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ്. കാരണം ഈ പഞ്ച് ഹോൾ ക്യാമറ താഴത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫോൺ പിടിക്കുമ്പോൾ താഴത്താണ് വരുന്നത് ഗെയിമിങ്ങിന്. അപ്പോൾ വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ PUBG പോലത്തുള്ള ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് നമ്മൾ കളിക്കുകയുണ്ടായി. ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ആസ്ഫോൾട്ട് 9 കളിച്ചപ്പോൾ പോലും ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായില്ല. ഹീറ്റിങ്ങും വളരെ കൺട്രോൾഡ് ആയിരുന്നു. പിന്നെ ജനറൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കോൾ ക്വാളിറ്റി നല്ലതാണ്. രണ്ട് സിം കാർഡ് ഉണ്ട്. ഡുവൽ സിം കാർഡ്, ഡുവൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ട് ഇല്ല. പിന്നെ സ്പീക്കർ പെർഫോമൻസ്, ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക്. അപ്പോൾ ഫേസ് അൺലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായ ഒരു ഫേസ് അൺലോക്കൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം. വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഫേസ് അൺലോക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അത്യാവശ്യം നല്ല പെർഫോമിംഗ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ക്വിക്കാണ് അൺലോക്ക് ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം.
ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഇത് വേൾഡ്സ് ഫസ്റ്റ് 48 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. സോണി IMX 586 സെൻസർ, f/stop 1.8 അപ്പേച്ചറും, സെക്കൻഡറി ഡെപ്ത് സെൻസിങ് ക്യാമറ, ഒരു TOF 3D ക്യാമറയാണ്. അപ്പോൾ അതൊരു ബെറ്റർ ഒപ്റ്റിമൈസേഷൻ കൊടുക്കുന്ന ഒരു ഡെപ്ത് സെൻസിങ്ങിനെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് TOF ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഇൻ ഡിസ്പ്ലേ പഞ്ച് ഹോൾ ക്യാമറയാണ്. അതൊരു 25 മെഗാ പിക്സൽ f2.0 അപ്പേച്ചറാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് കിടക്കാം. അപ്പോൾ ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഡീറ്റെയിൽസും തരുന്ന ഒരു ക്യാമറയാണ്. കളർ ക്വാളിറ്റിയും ആക്യുറേറ്റ് ആണ്, നല്ല ഷാർപ്നെസ് ലെവൽസും. പിന്നെ ഇതിനകത്ത് AI ക്ലാരിറ്റി മോഡും ഇൻക്ലൂഡഡ് ആണ്. അത് വളരെ മികച്ച ഷാർപ്നെസ് ലെവൽസും ഡീറ്റെയിൽസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷൻസ് വളരെ മികച്ച ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ ക്ലോസപ്പ് ഇമേജസ് എടുത്ത് നോക്കിയാലും നല്ല ഡീറ്റെയിൽസും നല്ല കളർ ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ലോ ലൈറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പറയാം നല്ലൊരു മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ട് ലോ ലൈറ്റിൽ. ഇതിനകത്ത് നൈറ്റ് മോഡും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. നൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽസുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതായിരുന്നു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ സെൽഫി എക്സ്പീരിയൻസും വളരെ മികച്ചതാണ്. 25 മെഗാ പിക്സൽ AI സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാമറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ബാറ്ററി പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് ആണ്. കാരണം ഇതിനകത്ത് സൂപ്പർ ചാർജർ ഇൻക്ലൂഡഡ് ആണ്. 40 വാട്ട് സൂപ്പർ ചാർജറാണ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 മണിക്കൂറിന് താഴെ തന്നെ നമുക്ക് ഫോൺ ഫുൾ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു മികച്ച കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്നത് ബാറ്ററി പെർഫോമൻസ് വളരെ മികച്ചതാണ്. 1.5 ദിവസമൊക്കെ നമുക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യും. പിന്നെ സ്ക്രീൻ ഓൺ ടൈം ഓരോ യൂസർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതായിരുന്നു ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഓണർ വ്യൂ 20ൻ്റെ. അപ്പോൾ ഇത് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ പെർഫോമൻസ് നല്ലതാണ്, റിയർ ക്യാമറ നല്ലതാണ്, സോഫ്റ്റ്വെയറും കൊള്ളാം, പിന്നെ ബാറ്ററി ലൈഫും നല്ലതാണ്, പിന്നെ ഡിസൈനും നല്ലതാണ്. ഇതിന് എടുത്തു പറയാവുന്ന പോരായ്മകളൊന്നും തന്നെ ഇല്ല. മേ ബി നമുക്ക് പറയാം IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഇല്ല, പിന്നെ SD കാർഡ് സപ്പോർട്ടില്ല. അങ്ങനെ മൈനറായ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. മേജറായ ഇഷ്യൂസ് ഒന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ 37,999 പ്രൈസിന് നല്ലൊരു ഡിവൈസാണെന്ന് പറയുന്നത്. വളരെ പവർഫുള്ളും ഹൈലി പെർഫോമിംഗ് ഡിവൈസായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതായിരുന്നു ഓണർ വ്യൂ 20ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ നമുക്ക് ഈ ഫോൺ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇത് 37,999 അവൈലബിൾ ആണ്. അപ്പോൾ അതായിരുന്നു ഓണർ വ്യൂ 20ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.